അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. ബ്രദറാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇവര് പോയപ്പോൾ ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുന്നു. ഇതാരാണെന്ന് ചോദിച്ചു. ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. അൻസിബയോടൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ പുള്ളി ഇവര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തിരക്കിയപ്പോൾ ഈ പുള്ളിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ പുള്ളി തന്നെയാണോ ഈ പറയുന്നത് തന്നെ കള്ളമെന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സംഭവങ്ങളൊന്നും കൂടുതൽ പുള്ളി ഇട്ടിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. നമസ്കാരം. മാറിയ ഒരു തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു ആരോപണവുമായിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് തൊലി ഉരിഞ്ഞു പോകുന്ന ആരോപണവുമായിട്ട് ഇപ്പോൾ ലക്ഷ്യപ്രിയ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഖാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ ചെറിയ ഭാഗങ്ങൾ, എനിക്ക് തോന്നുന്നു അവരത് ഫുൾ വെർഷൻ അവർ ഇട്ടിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ പറഞ്ഞ റീൽസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫുൾ വെർഷൻ നോക്കിയിട്ട് കണ്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയെ കുറിച്ച് ഇനി പറയാനിനി ഒന്നുമില്ല. അമ്മാതിരിയുള്ള ആരോപണങ്ങളാണ് മുഴക്കിയിരിക്കുന്നത്. അൻസിബ വെള്ളമടിക്കും, അതായത് മദ്യപിക്കും, ഞാനാണ് കുപ്പി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്, ഏതോ ഒരു ഹോട്ടലിൽ ഒരാളുടെ പേര് പറയുന്നത് അയാളുമായി ഞാൻ കണ്ടു, അയാൾ മുഖം പൊത്തി ആ ഹോട്ടലിലേക്ക് കയറിപ്പോയി, ഞാൻ അവിടെ പോയി ബെല്ലടിച്ചിട്ട് പിന്നീട് അവൾ കതക് തുറന്നില്ല, അപ്പോൾ അയാൾ അവിടെ ഇരിപ്പുണ്ട്, ആരും ചോദിച്ചു എന്റെ സഹോദരനാണെന്ന് പറഞ്ഞു എന്ന് തുടങ്ങി തൊലി ഉരിഞ്ഞു പോകുന്ന ഇത്രയും ഗതികെട്ട് പോയ ഒരു ആരോപണം എന്നുള്ളതാണ്. അതായത് സ്വന്തം കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ആരോപണങ്ങൾ മുഴക്കുകയാണ് ലക്ഷ്യപ്രിയ എന്നുള്ളതാണ്. അതിന്റെ ഫുൾ വെർഷൻ ഒന്നും ഞാൻ ഇവിടെ കാണാനില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതെന്താണ് ഫുള്ളായിട്ട് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഇവിടെ ആ ഒരു റീല്, അവർ കൊടുത്ത ആ ഒരു റീല് നമുക്ക് പ്ലേ ചെയ്തിട്ട് ഈ ലക്ഷ്യപ്രിയ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അൻസിബ മദ്യപാനി, ബില്ല് കൊടുത്തത് ഞാൻ. മനസ്സിലായോ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ സപ്ലയറാണോ? ആരെങ്കിലും മദ്യം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്ന് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണോ? ബില്ല് കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ പോയി ഒരു കുപ്പി വാങ്ങിച്ചോണ്ട് പാടി എന്ന് പറയുമ്പോൾ ഓടിപ്പോയി മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണോ താങ്കൾ? അപ്പോൾ അൻസിബയ്ക്ക് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫിലിം ഫീൽഡ് ആവുമ്പോൾ താങ്കൾ തന്നെ ഏതോ ബാറിൽ പോയി അടിച്ച് പിറ്റായി കിടന്ന് കറങ്ങുന്ന പറഞ്ഞ് ഏതോ ന്യൂസുകൾ വരുന്നുണ്ട്, അതിനകത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇനി ഫിലിം ഫീൽഡിൽ മദ്യപാനം ഈ സ്മോളടി ഒന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇനി അതേ പക്ഷേ ആണെങ്കിൽ താങ്കളുടെ അടുത്ത് പോയി പറഞ്ഞ് ഈ അൻസിബയുടെ വ്യക്തിത്വം അനുസരിച്ച് അൻസിബ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമല്ല, താങ്കളോട് എനിക്കൊരു മദ്യം വാങ്ങിച്ചുകൊണ്ട് പോ, ഞാനാണ് മദ്യം വാങ്ങിച്ചു കൊടുത്തത്, അങ്ങനെ ആ രീതിയിലേക്ക് പോകാൻ, ആ രീതിയിലേക്ക് അൻസിബ തരം താഴി വന്ന് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം മദ്യപിക്കോ ഇല്ല, അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ, അതൊന്നും നമ്മളെ അതൊന്നത് ഫിലിം ഫീൽഡ് കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാതെ എല്ലാവരും 99.9% അവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് താങ്കളെ വിട്ടു താങ്കളാണ് വാങ്ങിക്കേണ്ടത്, ഞാനാണ് ബില്ല് കൊടുത്തത്, ഞാനാണ് ഒഴിച്ചു കൊടുത്തതെന്ന് പറയുമ്പോഴേ ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരാണ്, അവരാരും മന്ദബുദ്ധികളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കും. 2 മണി വരെ ഞാൻ അൻസിബയുടെ റൂമിൽ ഇരുന്ന് വർത്താനം, ഏതോ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടായിരിക്കാം പറഞ്ഞത്, ഹോട്ടലിൽ ഇരുന്ന് വർത്താനം പറയുന്നു. രാത്രി, അതായത് 2 മണി, എനിക്കിത് പുലർച്ചെ 2 മണി. അതിനുശേഷം അവർ പോയി കുളിച്ച് അവർ ഒരുങ്ങി പുറത്തിറങ്ങാൻ വേണ്ടി പോയി പെട്ടിയൊക്കെ എടുത്ത് താഴെ കാറിൽ കയറാൻ സമയത്ത് ഇവിടെ മറ്റൊരാളെ ഞാൻ കണ്ടു. ആരോ ഒരാൾ ഇങ്ങനെ പമ്മി പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ പോയി ബെല്ലടിച്ചിട്ട് അൻസിബ കതക് തുറന്നില്ല എന്നാണ്. ബാക്കി കേൾക്കാം. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനസ്സിലായോ? ഞാൻ ഇത് കണ്ടത് ആരെന്ന് കണ്ടുപിടിക്കണമല്ലോ, ഈ പറയുന്ന പൂർണ്ണ പക്ഷി ആരെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് കരുതി ഞാൻ നേരെ അൻസിബയുടെ അവിടെ പോയി ബെല്ലടിക്കുന്നു. അൻസിബ കതക് തുറക്കുന്നില്ല. കുറേ സമയം ബെല്ലടിച്ചിട്ട് കതക് തുറക്കുന്നില്ല. അതിനുശേഷം കതക് തുറന്നു. ഇതിന് ജനിച്ചു വീണ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ അൻസിബ. എന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ഭാവത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ കതവ് തുറന്നപ്പോൾ ഈ പുള്ളി അതിനകത്ത് ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ.
കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. അപ്പോ ഇവര് പോയപ്പോൾ ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുന്നു. ഇതാരാണെന്ന് ചോദിച്ചു. ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. അൻസിബയോടൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നത് ആര് ആണ് ക്വസ്റ്റ്യൻ. സഹോദരനോ കാമുകനോ? ഇതാണ് അവർ കുറിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അൻസിബയുടെ റൂമിൽ ആര്, ഇന്ന് താങ്കൾ പറയുന്ന സത്യമാണെന്ന് കരുതിക്കും. അൻസിബയുടെ റൂമിൽ ആരും ഇരിക്കട്ടെ, വല്ലവരുടെ റൂമിൽ പോയി നിങ്ങൾ വെളുപ്പാങ്കാലം പോയി ബെല്ലടിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് അവിടെ പോയി ബെല്ലടിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കാൻ? നിങ്ങൾക്ക് അതിന്റെ ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. ആരും ആയിക്കട്ടെ, അവളൊരു പ്രായപൂർത്തിയായ, ഇനി നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരാൾ വന്നു, അവിടെ വന്നിരിക്കുന്നു അവരുടെ റൂമിൽ, അതെന്താ കുഴപ്പം? അവരെന്താ ഈ പുള്ളിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ പുള്ളിയെ കുറിച്ച് പുള്ളി വിവാഹിതനൊന്നുമല്ല, നല്ല യങ് ആണ്, പിന്നീട് ഈ പറയുന്ന എന്താണ് കാണാൻ കൊള്ളാം, നല്ല രസമുള്ള ഒരു പയ്യനാണ്, എന്തോന്ന് പിന്നീട് മുസ്ലിമാണ്, അവരുടെ ജാതിയിലുള്ളവർ തന്നെയാണ്. അവർ തമ്മിൽ പ്രണയിക്കേണ്ട ഒരു റൂമിൽ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ വന്നാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതിലെവിടെയാ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല അത്. അതാ പക്ഷേ നിങ്ങൾക്ക് എന്താ വിഷയം? നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ എന്താ വിഷയം? അവർക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഈക്വൽ കൺസെന്റ് കൂടെയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്താ വിഷയം? നിങ്ങളുടെ ഭർത്താവിനെയാണോ അടിച്ചോണ്ട് പോയത്? അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനെയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനെയാണോ അടിച്ചോണ്ട് പോയത്? അല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല, ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മുഖം മറച്ചപ്പോ അൻസിബ പറഞ്ഞു എന്ന് ഇതൊരു സഹോദരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു സഹോദരൻ മുഖം, അതായത് ഇവർ പറയണേ ഇവരെ കണ്ടപ്പോൾ മുഖം മൂടിയിട്ട് ഇങ്ങനെ തലയിൽ കൂടി ഇതൊക്കെ ഇട്ടൊക്കെ ഒളിച്ചാണ്, കള്ളനെ പോലെ ഒളിച്ച് കയറി പോയി എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വലിയ പ്രായപൂർത്തിയായ ഒരു സഹോദരിയുടെ മുമ്പിൽ ഒരു സഹോദരൻ താമസിച്ചത് മലയിടിഞ്ഞു പോയി? ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ സഹോദരിക്ക്, അല്ല അത് താമസിക്കാൻ പാടില്ലേ? ഇതെന്ത് കൾച്ചറാണ്? എനിക്ക് മനസ്സിലാവില്ല. വെല്ലുവിളിക്കുന്നു, അൻസിബ കേസ് കൊടുക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോ വല്ലവരെയും റൂമിൽ കയറി അവരെ സ്വകാര്യതയിൽ കയറിയിട്ട് പറഞ്ഞു ഇതാര്? നിന്റെ ബ്രദറിന്റെ ആധാർ കാർഡൊക്കെ നീ ആരടി? നീ ആരെന്നേ? നിന്റെ ബന്ധു ആരെങ്കിലും ആണോ? ഈ പോയ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കരുതട്ടെ, നിങ്ങളുടെ ആരെങ്കിലും ആണോ? നിന്റെ മകനോ നിന്റെ ഭർത്താവോ നിന്റെ ഭർത്താവിനെ വളച്ചെടുത്ത് ഒടിച്ചെടുത്ത് ഈ പറയുന്ന ഹോട്ടലിൽ കൊണ്ട് ഈ അവിഹിതം നടത്തിയതാണോ? അല്ലല്ലോ. താങ്കൾ ആരാ അവരുടെ ആധാർ ചോദിക്കാൻ? താങ്കൾ ആരാ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ? താങ്കളുമായി ബന്ധപ്പെട്ട, താങ്കളുമായി ബന്ധമുള്ള ആരുമല്ല അത്. അൻസിബയും താങ്കളുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ. അതുപോലെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരന് മറ്റാരുടെ ഭർത്താവോ മറ്റാരുടെ താങ്കളുടെ പിന്നീട് സുഹൃത്തോ താങ്കളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ താങ്കൾ അവിടെ ചെന്ന് അവരുടെ ആധാർ ചോദിക്കാൻ താൻ ആരുവേ? എനിക്ക് മനസ്സിലായി. ഇത്രയും വലിയൊരു അലിഗേഷൻ ഇത് പറയണ കേട്ടത് പച്ച കള്ളമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എന്തെങ്കിലും അവസാനം എന്തെങ്കിലും കൊണ്ട് അവരുടെ തലയിൽ കൊണ്ടിട്ട് കൊടുക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്. ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടിയും മുടിയൊക്കെയുള്ള മിഥിലാജ്. താടിയും മുടിയൊക്കെയുള്ള മിഥിലാജ് അബ്ദുൾ, അങ്ങനെ എന്തുകൊണ്ട് പുള്ളിയുടെ പേര്. അതായത് കോമഡി സ്റ്റാറിൽ ഇവർ പറയുന്ന അനുസരിച്ച് കോമഡി ഉത്സവത്തിൽ പ്രൊഡ്യൂസർ ആയിരുന്ന, അതായത് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവരെ കൂടത്ത് ഈ പുള്ളി ഉണ്ടായിരുന്നു ആയിക്കണം. ചിലപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻ ആയിക്കണം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മിഥുലാൽ അബ്ദുൾ എന്ന് പറയുന്ന പുള്ളിയുമായിട്ട് ഇവർ റിലേഷനിലായിരിക്കാം, വന്നിട്ടുണ്ടാവും. റൂമിൽ വെച്ച് പ്രശ്നം എന്താ? ഇവിടെ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് എന്താ? താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ഇവളൊരു അഴിക്ക സ്ത്രീയാണ്, ഇവളൊരു മറ്റൊരു സ്ത്രീയാണെന്ന് ജനങ്ങൾ അങ്ങ് കരുതുന്നില്ല. അങ്ങനെ ഒരിക്കലും കരുതില്ല. മറ്റൊരു ഭർത്താവിനെയോ മറ്റാരെങ്കിലും കാമുകന്മാരെയോ മറ്റാരെങ്കിലും അടിച്ചുകൊണ്ട് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ശരി. ഇത് അവരുടെ രണ്ട് കമ്മിറ്റാങ്ക്. ഇപ്പൊ തന്നെ കോടതി തന്നെ നമ്മുടെ നിയമം തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈക്വലി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. മറ്റു കുടുംബത്തിനോ മറ്റാർക്കോ പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ വേറെ എന്തോ കിട്ടി. ഇപ്പൊ റൂമിൽ രണ്ടെണ്ണം ഒത്തിരുന്നു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് മറ്റതിനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തിനും ആയിക്കോട്ടെ, അവർക്ക് രണ്ടുപേർക്കും കൺസെന്റ് ഉണ്ടെങ്കിൽ അതിൽ പോയി ഇന്റർഫെയർ ചെയ്യുക, അതിൽ പോയി ചോദ്യം അവിടെ പോയി അവരുടെ ആധാർ കാർഡ് ചോദിക്കാൻ താൻ ആരാ? താങ്കൾ ആരാ? താങ്കൾ പതിവ്രതയാണോ എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ചെറിയ മെസ്സേജിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. താങ്കളെ കുറിച്ചെതിരായിട്ട്
താങ്കളുടെ ഭർത്താവ് അൻസിബയ്ക്ക് അയച്ചു എന്ന് പറഞ്ഞ് അൻസിബ പറയുന്നുണ്ട്. അതുമല്ല ഒരിടയ്ക്ക് ഞാനും ഭർത്താവുമായിട്ട് പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആൾ കൂടിയാണ് താങ്കൾ. ഓക്കെ, പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. എന്തിന്? അല്ല, അൻസിബ എന്തിനാ തെളിയിക്കണത്? അതിന്റെ ആവശ്യം എന്താ? അവൾക്ക് തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അവള് തെളിയിക്കുന്നത് ഇവിടെ ഒരാൾ വന്ന് ഒരു ആരോപണം മുഴക്കുന്നു. ഞാൻ ഇന്ന ദിവസം ഒരു ദിവസം ഒരാളെ മുഖം പൊത്തി ഇന്ന ആളുടെ റൂമിൽ കണ്ടു. ഞാൻ പോയി കുറെ നിനക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് അറിയാം. അതുകൊണ്ട് മണിക്കൂറുകളോളം ഞാൻ റൂമിൽ പോയി കൊട്ടി തുറന്നപ്പോൾ അവൾ വിളിച്ചൊന്നും ഇല്ല. താങ്കളെ കണ്ട് വേണമെങ്കിൽ അവർക്ക് മാത്രം എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. അത്രയ്ക്കുള്ള ഒരു നെഗറ്റീവ് ചിന്തയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു സംഭവം അവർക്ക് ഇന്റർനെറ്റ് വിളിച്ചപ്പോൾ താങ്കൾ തുറന്നപ്പോൾ കൃത്യമായിട്ട് അവൻ കട്ടിലിരിപ്പുണ്ട് എന്നുള്ളതാണല്ലേ. അപ്പൊ അവിടെ വന്ന് ചോദിക്കുന്നത് ആര്? നിങ്ങൾ എന്താ ഈ സദാചാര പോലീസാണ്. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ID കാർഡ് എടുക്കൂ. നിങ്ങളുടെ ആരെ ബന്ധം എന്താ? സഹോദരനോ? ഇത്രയും വലിയ സഹോദരൻ എങ്ങനെ വരും? എന്തിനാ അവൻ കട്ടിലിരിക്കുന്നത്? എന്തിനാ അവൻ മുഖം പൊത്തി വന്നത്? ID കാർഡ് എടുക്കൂ എന്നൊക്കെ വെച്ചാൽ താനാരുക. എന്നിട്ട് അവിടെ തെളിയിക്കുന്നത് എന്തിനി? അവിടെ എന്തിനു തെളിയിക്കണം? മനസ്സിലായില്ല. അപ്പൊ ഇനി ഇവർ ഇതിനകത്ത് പറഞ്ഞ മിഥുൻരാജ് അബ്ദുൾ, ഇതാണ് പുള്ളിയുടെ പേര്. ഞാൻ ആ പുള്ളിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം ഒരാൾ വന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു ആരോപണം മുഴക്കിയിട്ട് ആ പുള്ളിയുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പുള്ളി ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ഇതാണെന്ന് തോന്നുന്നു. ഈ പുള്ളി അതിനുശേഷം ഇതിൽ എഴുതിയിട്ടുണ്ട് ഡയറക്ടർ കോമഡി ഷോ, കോമഡി ഉത്സവത്തിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്തോ ഒക്കെ ആയിരുന്നു ഈ പുള്ളി. അതിനുശേഷം 1 മണിക്കൂർ മുമ്പ് ഈ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളി അതിനകത്ത് ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം എന്താണെന്നുള്ളത്. അതായത് മറ്റേ ഭീഷ്മപർവം എന്ന് പറയുന്ന ഒരു സിനിമയിലെ, പഴയ സിനിമയിലെ ഒരു പാട്ടിന്റെ വരികളാണ് ഇട്ടിരിക്കുന്നത്. ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഈ പുള്ളി ഇവര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തിരക്കിയപ്പോൾ ഈ പുള്ളിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ പുള്ളി തന്നെയാണോ ഈ പറയുന്നത് തന്നെ കള്ളമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സംഭവങ്ങളൊന്നും കൂടുതൽ പുള്ളി ഇട്ടിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. ആ ഭീഷ്മപർവം എന്ന് പറയുന്ന പാട്ട് കുറെ വർഷം മുമ്പ് ഇറങ്ങിയ പടമല്ലേ അത്. അതിന്റെ പാട്ടിന്റെ വരികളാണ്. അത് വരികൾ ഞാൻ വായിക്കാം. ഇങ്ങനെയെന്ന് വെച്ചാൽ, പുതയ്ക്കാനായി കഞ്ഞിമുക്കാം, വെള്ളത്തുണി പുഴയ്ക്കാനായി ചന്ദനത്തിരി മതി, അലങ്കാരവും രണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ. അതിന്റെ ഏറ്റവും അവസാനം, ചോരക്കറ കണ്ട് നിറയ്ക്കും പൂര നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരിട്ടെ, നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരിട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരിട്ടെ എന്ന് പറഞ്ഞ ഒരു വരികളാണ്. അതും ഇതുമായിട്ട് കൂട്ടി യോജിക്കാൻ പറ്റുമോ? ഈ പുള്ളി തന്നെയാണോ ആ പുള്ളി എന്നും എനിക്കറിയത്തില്ല. ഇവര് പറഞ്ഞ സ്ഥിതിക്ക് ഇവർ ഈ ഒരു കോമഡി ഉത്സവത്തിന്റെ പ്രൊഡ്യൂസർ മിഥുൻരാജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അത് അൻസിബ അവനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അവൻ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയം. ഞാൻ പറയുന്നത്, ജയിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ചെളിവാരി അറിയാം. അത് പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് അൻസിബ തെളിയിക്കണം എന്നാ പറയുന്നത്. വല്ലവരും റൂമിൽ വല്ലൊരു സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കി ഇത് പബ്ലിക്കായിട്ട് വന്ന സംഭവം. ഇതാണ് അവരുടെ സ്വകാര്യത. ഇത് നിങ്ങൾ ആരെയും അറിയിച്ചുകൊണ്ടില്ല. ഇൻ കേസ് ഞാൻ ചോദിക്കുന്നത്, ഇൻ കേസ് അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് കരുതിക്കും, നിങ്ങളെ കണ്ടതും ശരിയാണെന്ന് കരുതിക്കും, അതിലെന്താ തെറ്റെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. രണ്ടുപേർക്കും കൺസെന്റ് ഉണ്ടെങ്കിൽ, അവന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ യങ് ആണ്, പിന്നെ ഹാൻസം ആണ്, അവരുടെ തന്നെ പിന്നെ ജാതിയാണ്. അപ്പം ജാതിപരമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അൻസിബയും യങ് ആണ്, അൻസിബയും പിന്നെ എന്താണ് ബ്യൂട്ടിഫുൾ ആണ്. അവർക്ക് രണ്ടും പരസ്പരം ഇഷ്ടമായി ഓരോ റൂമിൽ ഒരുമിച്ച് കാണണമെന്ന് തോന്നി അവർ വന്നിരുന്ന് സംസാരിക്കുക, എന്തോ ആയിക്കട്ടെ, അവരുടെ കൺസെന്റോടുകൂടി അവർ എന്ത് ചെയ്താലായിക്കോട്ടെ. താങ്കൾക്ക് എന്തിനാ കുരു പൊട്ടുന്നത്? ഇതിനകത്ത് താങ്കൾക്ക് എന്താ വിഷയം? അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾ പറയുന്ന സത്യമാണെന്നിരിക്കട്ടെ, താങ്കൾ ചോദിച്ചു എന്റെ സഹോദരനാണെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, എന്താ പ്രശ്നം ഇവിടെ? എന്താ ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരൊരു സ്വഭാവ ദൂഷ്യമുള്ള, അല്ലെങ്കിൽ കാണുന്ന ആണുങ്ങളെ എല്ലാവരും കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഉദ്ദേശമാണോ? അത് നടക്കത്തില്ല. കാരണം നമുക്ക് അൻസിബയെ വിമർശിക്കണമെങ്കിൽ, അൻസിബ ചെയ്തത് തെറ്റാണ്, ഞാൻ മദ്യം വാങ്ങി കൊടുത്തു, ഞാനാണ് ബില്ല് വരെ അടച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മിപ്രിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ മറ്റാരുടെ ഭർത്താവിനെയോ മറ്റാരുടെയോ ഈ പറയുന്ന താങ്കളുടെ സഹോദരനെയോ ഒന്നുമല്ല, മനസ്സിലായോ? ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഒന്നുമല്ല. ഇപ്പൊ രണ്ടുപേരും റിലേഷനിൽ ഇരിക്കണമെന്ന് കരുതിക്കോ. ഇപ്പൊ അൻസിബയും ഈ പറയുന്ന ആളും റിലേഷനിലാണെന്ന് അവര് എന്താ, അൻസിബ ഒരു പെണ്ണല്ലേ, അവളൊരു ഹ്യൂമൻ ബീയിങ്, അവൾക്ക് എന്തോ ഒരു റിലേഷനിൽ വെക്കൂടെ?
നോർമലായിട്ടുള്ള എല്ലാവർക്കും റിലേഷൻ ഉണ്ടാവാം, അവർക്ക് സ്നേഹങ്ങൾ ഉണ്ടാവാം. അവർക്ക് രണ്ട് കൺസെന്റ് ഉണ്ടെങ്കിൽ മറ്റാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദോഷവും വരുന്നില്ല എന്നെങ്കിൽ അവരൊരു റൂമിൽ വന്ന് ഒത്തിരുന്ന് സംസാരിക്കുകയോ അത് എന്തോ ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ കൺസെന്റോട് കൂടി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെന്താ തെറ്റ്? എനിക്ക് നാളെ ചിലപ്പം ഇനി എനിക്കിത് അറിയത്തില്ല, ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞ സംഭവം മാത്രമേ അറിയൂ. ഇനി അവർ റിലേഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞു, ഇവർ എടുത്തു പറയുന്നുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലും ഈ പയ്യനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മേ ബി റിലേഷനിലായിരിക്കും. അതിന്റെ തെറ്റാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് വിമർശിക്കാൻ പറ്റിയ എന്താണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അതിനകത്ത് വിമർശിക്കാൻ പറ്റി? പിന്നെ നിങ്ങളുടെ ചിന്തയിൽ കൂടി അയാൾ അവിടെ വന്നിരുന്നു എന്ന് കരുതി അതിനാണ് എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമല്ലേ? രണ്ട് സുഹൃത്തുക്കൾക്ക് അങ്ങനെ വന്നിരിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഒരു റൂമിൽ ഒരു ആണും പെണ്ണും ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ നടക്കും എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയൊന്നും ഇവിടെ നിയമം പരിരക്ഷ തരുന്നുണ്ട്, നിയമം തന്നെ പറയുന്നുണ്ട് ഇത് തെറ്റൊന്നുമില്ല. പരസ്പര കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തുവാണോ ചെയ്യാം, മറ്റൊന്നും കുറിച്ചില്ല. ഇനി ആ വരുന്നവന് ഈ പറയുന്നവൻ മറ്റാരുടെയെങ്കിലും ഭാര്യയാണോ, അവൾ വന്ന് പറയട്ടെ എന്റെ ഭർത്താവിനെ വശീകരിച്ചുകൊണ്ട് ഇയാൾ ഇന്ന ചെയ്യും എങ്കിൽ ശരി, ഓക്കെ, നമുക്ക് ഞാൻ ഉൾപ്പെടെ വന്ന് വിമർശിക്കുമെന്നുള്ളതാണ്. ഇനി ഭർത്താവിന് ഭാര്യയുണ്ട്, ഭാര്യയ്ക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത്രയും ചീഞ്ഞടിഞ്ഞ നാറിയ അവരുടെ സംസ്കാരം എന്താണ്, അതാണ് അവർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, പുറത്ത് പറയുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്തോ ഒരു ചെറിയൊരു മെസ്സേജിന്റെ പേരിൽ ഭർത്താവ് കുനിച്ചിരുത്തി ഇടിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഈ ഭർത്താവ് തന്നെ അൻസുബയ്ക്ക് തന്റെ ഭാര്യയുടെ കുറ്റങ്ങൾ അൻസുബയുടെ മൊബൈലിൽ ഈ പറയുന്നതുപോലെ കൊടുക്കുമെന്നുള്ളത്. ഇപ്പോ ആരും വേണ്ടാതെ എന്ത് ചെയ്തു, പുറന്തള്ളപ്പെട്ടു. ഒറ്റ മനുഷ്യർ എല്ലാവരും നല്ല രീതിയിൽ ഊക്കി എണ്ണാക്കി കൊടുക്കുന്നുണ്ട്. മുഖ്യ ഒരു 99.9% ജനങ്ങളും ഈ പറയുന്ന മെമ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും അൻസുബയുടെ കൂടെയാണ്. അൻസുബ എന്ന കുട്ടിയെ താങ്ങി നിർത്തുന്നു. അത് കണ്ടപ്പോൾ കുരുപൊട്ടി വളരെ ചീഞ്ഞളിഞ്ഞ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാര ശൂന്യമായ ഒരു ആരോപണം കൊണ്ടിടുകയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടി അൻസുബയെ പിടിച്ച് അങ്ങ് മേളി കയറ്റുമെന്നാണ് നിങ്ങളുടെ വീട്ടിൽ. അങ്ങനെയൊന്നും ഇല്ല. ആ കമന്റ് ബോക്സിൽ ഇതിനകത്ത് താഴെ വന്ന കമന്റ് ബോക്സുകൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഇതിനെ ചോദിക്കുന്നത്. അതാ പക്ഷേ ആണെങ്കിൽ താങ്കൾ പറഞ്ഞ കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കും. അതാ സത്യമാണെങ്കിൽ കൂടി അതിൽ എന്ത് തെറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ഈ പറയുന്ന ലക്ഷ്യപ്രിയക്ക് പറ്റുമോ എന്നുള്ളത്. ഇതൊരു 8-9 മണിക്കൂർ മുമ്പ് ഇറങ്ങിയ ഒരു റീലാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ ഫുൾ വെർഷൻ ഇറങ്ങാത്തതെന്ന് അറിഞ്ഞുകൂടാ. ഇനി വേറെ ഏതെങ്കിലും ചാനലിൽ വരാൻ ചാൻസ് ഇല്ല. ഞാൻ അതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയി അതിന്റെ ഫുൾ വെർഷൻ വന്നില്ല. ഇപ്പൊ ഒരു 8 മാസം മുമ്പ് ഈ പറയുന്ന ഇതേ ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ലക്ഷ്മിപ്രിയയെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ചാനലാണ്. 8 മാസം മുമ്പ് അവരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് ഇവർ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ആനച്ചന്തം ഇങ്ങനെ ആടിയ എന്തോക്കെ സാഹിത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഇടിപ്പുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ വെർഷൻ കണ്ടാൽ ഇവർ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് എന്നറിയാൻ പറ്റും. അത് കണ്ടിന്യൂഷൻ നമുക്ക് വിശദമായി സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ഇടൂ. നമുക്ക് വീണ്ടും കാണാം. ശരി.